40ഓളം രാജ്യങ്ങളുടെ പ്രാതിനിധ്യത്തോടെ ഒക്ടോബറിൽ ആരംഭിച്ച ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഇതുവരെ ലക്ഷക്കണക്കിന് പേരാണ് സന്ദർശകരായെത്തിയത്. ഫെബ്രുവരിയിൽ അവസാനിക്കേണ്ടിയിരുന്ന ഗ്ലോബൽ വില്ലേജിന്റെ പ്രവർത്തനം അധികൃതർ ഏപ്രിലിലേക്ക് മാറ്റുകയായിരുന്നു. ലോക സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനു പുറമെ ഉൽപ്പന്നങ്ങളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും ഒട്ടേറെ പേരെയാണ് ആകർഷിച്ചത്. പാരമ്പര്യ കലാപ്രദർശനങ്ങൾ സൗജന്യമായി ആസ്വദിക്കുവാനുള്ള സൗകര്യവും നിർമ്മാണശാലകളിൽ നിന്നെത്തിയ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതുമായിരുന്നു സന്ദർശകരെ ധാരാളമായി വില്ലേജിലേക്ക് ആകർഷിച്ചത്. ഗ്ലോബൽ വില്ലേജ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളതിനാൽ പല രാജ്യങ്ങളുടെ പവലിയനുകളിലും ഉൽപ്പന്നങ്ങൾക്ക് സൗജന്യ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE കൂടാതെ ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പവലിയനുകളിൽ പാരമ്പര്യ കലാപ്രവർത്തകരും കരകൗശല കായികാഭ്യാസ വിദഗ്ധരും ഒരുക്കുന്ന പ്രദർശനങ്ങൾ സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നതാണ്. ഓരോ നാടുകളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കളും കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങളും ധാരാളമായി ഇവിടെ സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പവലിയനിൽ കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹൈദരാബാദ് തുടങ്ങിയിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും കുടിൽ വ്യവസായ ഉൽപ്പന്നങ്ങൾ എത്തിയത്. രാജസ്ഥാൻ, കാശ്മീർ ഗ്രാമങ്ങളിലെ കുടിലുകളിൽ നെയ്തെടുക്കുന്ന കോട്ടൺ, സിൽക്ക് വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ തുടങ്ങിയവയ്ക്ക് ഇവിടെ പ്രത്യേകം ആവശ്യക്കാരുണ്ടെന്നതും ശ്രദ്ധേയമാണ്. വെള്ളിയാഴ്ച ഗ്ലോബൽ വില്ലേജ് അവസാനിക്കുമ്പോൾ മാസങ്ങളോളം ആയിരങ്ങളെ ആകർഷിച്ച ഉത്സവത്തിനാണ് തിരശ്ശീല വീഴുന്നത്. മീഡിയ 1 ദുബായ്.